ശ്രീ കെ പ്രേമകുമാർ. സർ, രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുന്ന പൊതു അന്തരീക്ഷത്തിൽ കേരളത്തിൽ വ്യവസായ മേഖലയ്ക്ക് ഉണർവും ഉന്മേഷവും നൽകി മുന്നോട്ട് പോകുന്ന വകുപ്പിനെയും മന്ത്രിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ചോദ്യം: കേരളത്തിൻ്റെ നിലവിലെ സ്ഥിതി വിലയിരുത്തി പുതിയ വ്യവസായ നയത്തിൽ ഊന്നൽ നൽകിയ മേഖലകൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ, നമുക്ക് കേരളത്തിൻ്റെ പരിമിതിയും സാധ്യതയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രയോറിറ്റി മേഖലകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് രാജ്യത്തിൻ്റെ 1.2% മാത്രം ഭൂമിയാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു ഭാഗം പശ്ചിമഘട്ടത്തും മറുഭാഗം CRS റെഗുലേഷനും പിന്നെ തണ്ണീർത്തട നിയമത്തിൻ്റെയും ബാധകമാണ്. 46% ഇന്ത്യയുടെ പ്ലാന്റേഷൻ കേരളത്തിലാണ്, 30% വനം ഭൂമി കേരളത്തിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തുമാത്രം സാധ്യമാകും. അതോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്നുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഇത് വെച്ചുകൊണ്ടുള്ള 22 പ്രയോറിറ്റി ഏരിയകൾ വ്യവസായ നയം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വ്യവസായ നയത്തിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, ഏതെല്ലാം എയ്റോസ്പേസ് ഡിഫൻസ്, ഇപ്പോൾ തിരുവനന്തപുരം പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു എക്കോസിസ്റ്റം ഉണ്ട്. അത് വെച്ചിട്ട് എയ്റോസ്പേസ് ഡിഫൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ് പോലെയുള്ള പുതിയ ടെക്നോളജി അടിസ്ഥാനപ്പെടുത്തിയ വ്യവസായങ്ങൾ, ആയുർവേദം, ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്, രൂപകൽപ്പന, EV, ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈനും പ്രൊഡക്ഷനും, എഞ്ചിനീയറിംഗ് ഗവേഷണം വികസനം, ഫുഡ് പ്രോസസ്സിംഗ്, ഗ്രഫീൻ, പിന്നെ റബ്ബർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഹൈടെക് ഫാമിംഗ്, മൂല്യവർദ്ധിത തോട്ടവിള, ലോജിസ്റ്റിക് പാക്കേജിംഗ്, മാരിടൈം, മെഡിക്കൽ ഉപകരണങ്ങൾ, നാനോ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, പുനരുപയോഗ ഊർജ്ജം, ചില്ലറ വ്യാപാര മേഖല, വിനോദസഞ്ചാരം, ആതിഥേയത്വം, 3D പ്രിന്റിംഗ്. ഇതാണ് 22 പ്രയോറിറ്റി മേഖലകൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർക്കാർ സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തിയതിൻ്റെ ഫലമായി കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? സർ, നമ്മുടെ ഈ സാധ്യതകളിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് MSMEകളാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയർ ഓഫ് എൻ്റർപ്രൈസസ് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരംഭിച്ചത്. ഇയർ ഓഫ് എൻ്റർപ്രൈസസ് 2.0 എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ 2022 ഏപ്രിൽ 1 മുതൽ 2024 ജനുവരി 23 വരെ 2,16,435 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. ഇതുവഴി 13,599 കോടി രൂപയുടെ നിക്ഷേപവും 4,60,633 പുതിയ തൊഴിലവസരവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സാർ, MSME എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ യൂണിയൻ രാജ്യാന്തര തലത്തിലുള്ളത് അവർ കണ്ടെത്തി, അവരുടെ പഠനം പറയുന്നത് കഴിഞ്ഞ 18 മുതൽ 21 വരെയുള്ള ഈ 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 91,000 കോടി രൂപ MSME മേഖലയിൽ നിക്ഷേപം ഉണ്ടായിട്ടുണ്ടെന്നാണ്. കേരളത്തിൻ്റെ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ ജനുവരിയിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ആ സാമ്പത്തിക വർഷം 3 മാസം കൂടി ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ MSMEകൾക്ക് വേണ്ടി മാത്രം 89,000 കോടി രൂപ വായ്പ കൊടുത്തതായിട്ടാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി MSMEകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക് ഇതാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്ത് MSMEയിൽ നിക്ഷേപം വന്നു എന്നതാണ് രാജ്യാന്തര തലത്തിലുള്ള എക്സ്പോർട്ട് ആൻഡ് പ്രൊമോഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ ബാങ്കേഴ്സ് കമ്മിറ്റിയും പറയുന്നത്. ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ IBM കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലും IBSൻ്റെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. ടാറ്റ എലക്സി അവരുടെ 60% എംപ്ലോയീസ് ഇവിടെ എന്ന രൂപത്തിലേക്ക് അത് വികസനം നൽകിയിട്ടുണ്ട്. TCS 36 ഏക്കർ അവരെ കൊച്ചിയിൽ അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ടോറസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നെക്സ്റ്റ് ഹൈടെക് പാർക്ക് ഇലക്ട്രോണിക്സ്, മുൻ വ്യവസായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാവുന്നതാണ്. ഇലക്ട്രോണിക്സ് പാർക്ക് കളമശ്ശേരിയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറി. ലുലു നേരത്തെ ട്രേഡിലും മാത്രമല്ല ലോജിസ്റ്റിക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബാക്ക്വേർഡിലേക്ക് വന്ന് പ്രൊഡക്ഷനിലേക്കും അവരുടെ പുതിയ സെൻറ്റർ ആരംഭിച്ചു. ചോയ്സിൻ്റെ പുതിയ ഫുഡ് പ്രോസസ്സിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പുതിയ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള D-Space വന്നു, സഫ്രാൻ വന്നിട്ടുണ്ട്. RCC ന്യൂട്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സിൻ മേഖലയിൽ പ്രധാനമായി കേന്ദ്രീകരിച്ചിരുന്ന ബാംഗ്ലൂരിലെ കമ്പനി. അവർ ഏറ്റവും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രോസസ്സിംഗ് ആണ്. അത് അങ്കമാലിയിലാണ്. ബഹുമാനായ റോജി ജോണിൻ്റെ മണ്ഡലത്തിൽ അങ്കമാലിയിൽ അവിടെ KSIDCയുടെ പാർക്കിൽ അവരുടെ പുതിയ ഫുഡ് പ്രോസസ്സിംഗ് ആരംഭിക്കുന്നുണ്ട്. പുതിയ വ്യവസായ സംരംഭങ്ങൾ ഈ രൂപത്തിലാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്.